ആദ്യ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാണിക്യമലരായ പൂവി എന്ന ഗാനത്തിലൂടെ കണ്ണിറുക്കൽ കൊണ്ട് പ്രിയ താരമായി മാറിയിരുന്നു. ഗാനം സൂപ്പർ ഹിറ്റ് ആയതിന് പിന്നാലെയാണ് സിനിമയിൽ താരത്തിന്റെ കഥാപാത്രത്തിന് പ്രാധാന്യം നൽകണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാവ് രംഗത്തെത്തിയത്. തിരക്കഥയിൽ തിരുത്തൽ വരുത്തുന്നതിനിടെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സിനിമയുടെ ചിത്രീകരണവും നീളുകയായിരുന്നു. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് സിനിമ തിയേറ്ററുകളിലെത്തിയപ്പോൾ വ്യത്യസ്തമായ പ്രതികരണമായിരുന്നു. ക്ലൈമാക്സ് മാറ്റി സിനിമയിലെത്തിയെങ്കിലും വിചാരിച്ചത്ര ശ്രദ്ധ നേടാൻ ചിത്രത്തിന് ആയിരുന്നില്ല. അഡാർ ലവ് ചിത്രീകരണത്തിനിടയിലും പിന്നീട് നടന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സംവിധായകനും അഭിനേത്രിയായ നൂറിൻ ഷെരീഫും വ്യക്തമാക്കിയിരുന്നു. പ്രിയ വാര്യരെ കുറിച്ച് ചോദിച്ചപ്പോൾ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു നൂറിൻ. തനിക്ക് അത്ര അടുപ്പമില്ലെന്നും കാര്യങ്ങൾ അറിയില്ലെന്നുമായിരുന്നു നൂറിൻ പറഞ്ഞത്. മുൻപ് പ്രിയ പറഞ്ഞ കാര്യങ്ങൾ കാണിച്ചപ്പോൾ വികാരാധീനനാവുകയായിരുന്നു ഒമർ ലുലു. പ്രിയ ആളാകെ മാറിപ്പോയെന്നും പല കാര്യങ്ങളും അറം പറ്റിയെന്നുമൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വൈറലായി മാറുന്നതിനിടെയാണ് പ്രിയയുടെ പ്രതികരണം എത്തിയത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് താരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സത്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയാൽ ചിലരൊക്കെ വെള്ളം കുടിക്കുമെന്നും എന്തിന് അവരെ പോലെയാകണം, മൗനം പാലിക്കുന്നു എന്ന് മാത്രം. കാരണം എന്തു തന്നെയായാലും വിധി സംസാരിക്കും. ആ സമയം ഒട്ടും ദൂരമല്ലെന്നുമാണ് താരം കുറിച്ചിട്ടുള്ളത്. ആരെയാണ് താരം ഉദ്ദേശിച്ചതെന്നോ പ്രിയ വാര്യർ വ്യക്തമാക്കിയിരുന്നില്ല. മാണിക്യമലരായ പൂവി എന്ന ഗാനം പുറത്തു വന്നതോടെയാണ് പ്രിയ പ്രകാശ് വാര്യർ ശ്രദ്ധിക്കപ്പെട്ടത്. ജൂനിയർ ആർട്ടിസ്റ്റായാണ് പ്രിയ സിനിമയിലേക്ക് എത്തിയത്. അഭിനയിക്കാൻ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് താരത്തെ ഗാനരംഗത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് സംവിധായകൻ ഒമർ ലുലു വ്യക്തമാക്കിയിരുന്നു. ഒരു അഡാർ ലവിൽ പ്രിയയുടെ കഥാപാത്രത്തിന് പ്രാധാന്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകളെക്കുറിച്ച് റിപ്പോർട്ടുകളൊക്കെ പിന്നീട് പുറത്തു വന്നിരുന്നു. ആദ്യ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രിയ താരമായി മാറുകയായിരുന്നു. നിരവധി അവസരങ്ങൾ തേടിയെത്തിയിരുന്നുവെങ്കിലും അഡാർ ലവിന് ശേഷം മാത്രമേ അടുത്ത സിനിമയെന്ന നിലപാടിലായിരുന്നു താരം. സിനിമയ്ക്ക് പുറമെ പരസ്യത്തിലും താരം തിളങ്ങിയിരുന്നു. വിജയ് സേതുപതിയുടെ തമിഴ് പടം, സൽമാൻ ഖാന്റെ നായികയായി ബോളിവുഡ് ചിത്രം, ഒമർ ലുലുവിന്റെ അടുത്ത സിനിമ, ഇവയിൽ ഏത് സ്വീകരിക്കുമെന്ന് പ്രിയയോട് ചോദിച്ചപ്പോൾ ഒമറിക്കയുടെ പടമെന്നായിരുന്നു താരം അന്ന് മറുപടി പറഞ്ഞത്. JB ജംഗ്ഷനിൽ പങ്കെടുക്കവെയായിരുന്നു പ്രിയ ഇങ്ങനെ പറഞ്ഞത്. നൂറിനൊപ്പം അതിഥിയായി ഒമർ ലുലു എത്തിയപ്പോൾ ഈ വീഡിയോ ക്ലിപ്പിംഗ് കാണിച്ചിരുന്നു. ഈ വാക്കുകൾ തിരിച്ചെടുക്കുമോ എന്നായിരുന്നു ചോദ്യം. ഒരുപാട് ആളുകൾ അവരെ ഉപദേശിക്കാൻ എത്തുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാത്ത എക്സ്റ്റെന്റിലാണ് കാര്യങ്ങൾ. ഇത് കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നുവെന്നായിരുന്നു ഒമർ ലുലു പറഞ്ഞത്. ഉള്ളിലൊരു തിരയടിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിക്കിടയിൽ ഒമർ ലുലു വികാരാധീതനായി. തന്നോട് വഴക്കൊന്നുമില്ലെന്നും മുൻപും അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നുവെന്നും നൂറിൻ പറഞ്ഞത്. തന്നോടൊപ്പം അഭിനയിക്കുമ്പോൾ സിങ്ക് കുറവായിരുന്നുവെന്നും റോഷൻ പറഞ്ഞിരുന്നു. അഭിമുഖങ്ങളിലും പങ്കെടുക്കില്ലെന്ന് നേരത്തെ തന്നെ പ്രിയ വ്യക്തമാക്കിയിരുന്നു. അതാണ് താൻ റോഷനൊപ്പം ഡാൻസ് കളിക്കാതിരുന്നതെന്നായിരുന്നു നൂറിൻ പറഞ്ഞത്. ഇതിന് മറുപടി എന്നോണമാണ് സത്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയാൽ ചിലരൊക്കെ വെള്ളം കുടിക്കുമെന്ന് താക്കീതുമായി പ്രിയ വാര്യർ രംഗത്തെത്തിയത്. എന്തായാലും ആദ്യ സിനിമയിൽ തന്നെ വിവാദ നായികയായാണ് പ്രിയ സിനിമാ രംഗത്ത് എത്തുന്നത് തന്നെ. തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും പ്രിയയെ വിവാദം പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോഴും വിവാദങ്ങൾ പെട്ടുകിടക്കുകയാണ് പ്രിയ വാര്യർ എന്ന കണ്ണിറുക്കൽ നായിക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.